എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ, ചെറിയ സഹായങ്ങൾക്കു പോലും നന്ദി പറയുന്നവൾ, ജീവിതകാലത്ത് കണ്ടുമുട്ടിയവരോടൊക്കെ മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് സ്നേഹപൂർവ്വം പറയുന്നവൾ, വിശുദ്ധ എവുപ്രാസ്യാമ്മ. എളിയ ഭാവത്തോടെ എല്ലായ്പ്പോഴും വ്യാപിക്കാനും കർത്താവ് നൽകിയ ആത്മീയ വരങ്ങൾ സന്തോഷപൂർവ്വം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നവൾ. നീണ്ട മണിക്കൂറുകൾ ദൈവതിരുസന്നിധിയിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും കഴിഞ്ഞിരുന്ന ഈ അമ്മയെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത്. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്ന അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. കുഞ്ഞു പ്രായം മുതൽക്കേ ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും ഏവരെയും അതിശയിപ്പിച്ച ഒരു കുഞ്ഞായിരുന്നു അവൾ. പരിശുദ്ധ അമ്മയുടെ അതീവ ഭക്തിയായ റോസ എന്ന് വിളിച്ചിരുന്ന എവുപ്രാസ്യാമ്മ 9-ാം വയസ്സിൽ തൻ്റെ കന്യകാത്വം ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. കന്യാസ്ത്രീ ആകുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത റോസ 1866 കൂനമ്മാവിൽ കർമ്മലീത്ത മഠത്തിൽ ചേർന്നു. ശാരീരിക അസ്വസ്ഥതകൾ അവളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. 2 പ്രാവശ്യം റോസ തിരികെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. 3-ാം പ്രാവശ്യം മാരകമായ രോഗത്താൽ തീർത്തും അവശയായെങ്കിലും തിരുക്കുടുംബ ദർശനത്താൽ അവൾ സൗഖ്യം പ്രാപിച്ചു. 1897 മെയ് 10-ാം തീയതി അവൾക്ക് ശിരോവസ്ത്രം ലഭിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. സന്യാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ സഹനങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും പ്രലോഭനങ്ങളും എവുപ്രാസ്യാമ്മയെ വിശുദ്ധമായ ജീവിതപാതയിലേക്ക് കൂടുതൽ ഒരുക്കിക്കൊണ്ടിരുന്നു. എവുപ്രാസ്യാമ്മയുടെ ആത്മീയ വെളിപാടുകളും ദർശനങ്ങളും അവൾ മേനാച്ചേരി പിതാവിനെ അറിയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ രചിക്കപ്പെട്ട 80ഓളം കത്തുകൾ എവുപ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നതിനാൽ സഞ്ചരിക്കുന്ന സക്രാരി എന്നൊരു വിളിപ്പേരും എവുപ്രാസ്യാമ്മയ്ക്ക് ഉണ്ടായിരുന്നു. മാതാവിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും അതീവ ഭക്തിയായിരുന്ന അമ്മ സദാസമയവും കൊന്ത ചൊല്ലി ശുദ്ധീകരണാത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ജനങ്ങളെ സേവിക്കാനും യേശുക്രിസ്തുവിൻ്റെ സന്ദേശം അവർക്കിടയിൽ പ്രചരിപ്പിക്കുവാനും നിസ്വാർത്ഥമായി ഈ കന്യാസ്ത്രീ പ്രയത്നിച്ചിരുന്നു. 2006 ഡിസംബർ 3 കത്തോലിക്ക സഭ എവുപ്രാസ്യാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ അമ്മയെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. തൻ്റെ അടുക്കൽ അഭയം തേടി വരുന്നവരെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ എവുപ്രാസ്യാമ്മയുടെ മാധ്യസ്ഥം സഹായകമാകുന്നു.